സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകളുടെയും ഓർമ്മ പുതുക്കി ഒരു വിഷുക്കാലം കൂടി. വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെ ഒരുക്കി പുതുവർഷത്തെ വരവേൽക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം. ഇന്ന് മേടം 1 വിഷുപ്പുലരി. ഐശ്വര്യത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും മിഴിതുറക്കുന്ന മലയാളിയുടെ പുതുവർഷാരംഭം. കാർഷികോത്സവം കൂടിയായതിനാൽ ആണ്ടറുതിയുടെ കൂടി ഉത്സവമാണ് മലയാളികൾക്ക് വിഷു. ഉത്തരായന കാലത്ത് സൂര്യൻ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷുപ്പുലരി. വേനൽ മഴയിൽ കുതിർന്ന പുതുമണ്ണിൽ കൃഷിയാരംഭങ്ങൾ കുറിക്കാനുള്ള കർഷകരുടെ സമയം. വിഷുക്കണി നൽകുന്ന സമ്പൽ സമൃദ്ധിയും കൈനീട്ടം പകരുന്ന ഐശ്വര്യവും ചേർന്ന് പ്രതീക്ഷയുടെ ഉത്സവമാവുകയാണ് മലയാളിക്ക് വിഷു. വർഷം മുഴുവൻ സന്തോഷപ്രദമായിരിക്കാനുള്ള ഊർജ്ജമാണ് വിഷുക്കണി ഏവർക്കും പ്രദാനം ചെയ്യുന്നത്. തിന്മയ്ക്കുമേൽ നന്മ മേൽക്കോയ്മ നേടിയതിന്റെ ആഘോഷമാണ് വിഷുവെന്നാണ് ഐതിഹ്യം. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതും സൂര്യനെ കിഴക്കുദിക്കുന്നത് വിലക്കിയ രാവണൻ കൊല്ലപ്പെട്ടതും വിഷുദിനത്തിലാണെന്നാണ് വിശ്വാസം. വിശ്വാസത്തിലധിഷ്ഠിതമായും കാലാവസ്ഥാ പ്രത്യേകതകളാലും മലയാളികൾക്ക് പുതുവർഷം ആരംഭിക്കാൻ ഉചിതമായ സമയം തന്നെയാണ് വിഷുക്കാലം. വിത്തും കൈക്കോട്ടുമെന്ന് പാടി വിഷുവിന്റെ വരവറിയിച്ചെത്തിയിരുന്ന വിഷുപക്ഷിയും മേടമാസത്തിലെ പുതുമഴയുമെല്ലാം ഓർമ്മയായെങ്കിലും വിഷുക്കാലം എന്നും മലയാളിക്ക് സമ്പൽ സമൃദ്ധിയുടെയും ഗൃഹാതുരതയുടെയും കൂടി കാലമാണ്. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി വിലക്കയറ്റവും പ്രതികൂലമായ കാലാവസ്ഥയും വിഷുവിപണിയുടെ ശോഭ കുറച്ചെങ്കിലും വിഷുക്കാലത്തിന്റെ പ്രസക്തി മലയാളി പൂർണ്ണമായും വിസ്മരിച്ചിട്ടില്ല. ഈ മലയാള പുതുവർഷാരംഭം ഏവർക്കും ഐശ്വര്യപ്രദവും സന്തോഷത്താൽ സമ്പൽ സമൃദ്ധവുമായിരിക്കട്ടെ. എല്ലാ മലയാളികൾക്കും റിപ്പോർട്ടർ ടിവിയുടെ വിഷു ആശംസകൾ.